നമസ്കാരം. സൂക്ത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ ഗുരുവന്ദനം മുതലായിട്ടുള്ള 4-5 ഇറുക്കുകൾ പഠിച്ചു. ഇന്നിപ്പോൾ നമുക്ക് പുരുഷസൂക്തം തുടങ്ങാം. എല്ലാ ദേവന്മാരെയും എല്ലാ മന്ത്രങ്ങളെ കൊണ്ടും വേദമന്ത്രങ്ങളെ കൊണ്ട് എല്ലാ ദേവന്മാരെയും ഉപാസിക്കാവുന്നതാണ്. പുരുഷസൂക്തം എല്ലാവർക്കും എല്ലാ ദേവന്മാർക്കും ആവാവുന്ന മന്ത്രമാണ്. പുരുഷസൂക്തം കൊണ്ട് അവശ്യം എന്തായാലും തീർച്ചയായിട്ടും ആ പുരുഷസൂക്തം കൊണ്ട് ഉപാസിക്കണം എന്നാണ് പറയുക. വിരാൽ പുരുഷനെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ പുരുഷസൂക്തം എല്ലാ വേദങ്ങളിലും ഉണ്ട്. ഋക്കിലും യജസ്സിലും സാമത്തിലും ഒക്കെ ഉള്ളതാണ്. അത് ഞാൻ ഇപ്പോൾ ഋഗ്വേദീയായിട്ടുള്ള പുരുഷസൂക്തമാണ് ചെല്ലാന്ന് വിചാരിച്ചത്. ഋക്കിൽ 16 ഋക്കുകളാണുള്ളത്. എട്ടാട്ടത്തിൽ 4-ാമത്തിൽ 17, 18, 19 3 വർക്കങ്ങളാണ്. 16 ഋക്കുണ്ട്. അനുഷ്ടുപ്പാണ്. ഒടുക്കത്തെ ഋക്ക് മാത്രം തൃഷ്ടുപ്പാണ്. ബാക്കി 15 ഋക്കും അനുഷ്ടുപ്പാണ്. യജസ്സിലാണെങ്കിൽ 18 ഋക്കുണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട്. മന്ത്രങ്ങൾ ഒരെണ്ണത്തിൻ്റെ ക്രമത്തിനും വ്യത്യാസമുണ്ട്. 2 മന്ത്രം അധികമുണ്ട്. ബാക്കിയൊക്കെ ഒരുവിധം ഏകദേശമൊക്കെ. സാമത്തിലാണെങ്കിൽ 7 ഋക്കേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ അത് ഇങ്ങനെയൊന്നും അല്ല. അത് ചെല്ലണ രീതിയും വളരെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് 8 വശമല്ല അത്. അപ്പോൾ ഋക്കിലെ പോലെ നമുക്കൊന്ന് ചെല്ലാം. ഓം സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്തവാത്യതിഷ്ഠദ്ദശാങ്കുലം. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠൽ ദശാങ്കുലം. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠത് ദശാങ്കുലം. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠത് ദശാങ്കുലം. ആദ്യത്തെ ഋക്ക്. രണ്ടാമത്തെ ഋക്ക്. പുരുഷ ഏവേദം സർപ്പം യദ്ഭൂതം യച്ച ഭവ്യം ഉതാമൃതത്വസ്യേശാനോ യദന്നേനാതിരോഹതി. പുരുഷ ഏവേദം സർപ്പം യദ്ഭൂതം യച്ച ഭവ്യം ഉതാമൃതത്വസ്യേശാന ഉതാമൃതത്വസ്യ ഈശാന ഉത അമൃതത്വസ്യ ഈശാന യദന്നേന അതിരോഹതി. പുരുഷ ഏവേദം സർവം. ഋക്കിലെ ഉച്ചാരണത്തിന് സർവം എന്നല്ല, ഒരു ബകാരഛായ ബ എന്നല്ല അക്ഷരം അത്. പക്ഷേ സർവം അപ്പോൾ ചുണ്ട് കടിക്കുക അങ്ങനെയാണ് വേണ്ടി വരിക. സർവം സർവം എന്നല്ല. അത് യജസ്സിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാവും. പക്ഷേ ഋക്കിലാകുമ്പോൾ പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം. ഭവ്യം എന്നാണ്. ഭവ്യം എന്നുള്ളത് തന്നെ ലൗകിക സംസ്കൃതത്തിലോ അല്ലെങ്കിൽ
ഒക്കെ ഭവ്യം എന്നൊക്കെ ആവുമല്ലോ. പക്ഷേ ഇർക്കിലെ ഉച്ചാരണം അങ്ങനെയല്ല, ഭവ്യം തന്നെയാണ് നമ്മൾ ചെല്ലാറ്. ഉദാമൃതത്വസ്യേശാന, അമൃതത്വസ്യ ഏശാന ഈശാന എന്നാണ്. ഉദാമൃതത്വസ്യേശാന യദന്നേനാതിരോഹതി. അപ്പോൾ പുരുഷ ഏവേദം സർവൈ യത് ഭൂതൈ യച്ഛഭവ്യം ഉദാമൃതത്വസ്യേശാനോ യദന്നേനാതിരോഹതി. മൂന്നാമത്തെ ഏതാവാനസ്യ മഹിമാ ജ്ഞായശ്ച പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഏതാവാനസ്യ മഹിമാ അതോജ്ഞായശ്ച പൂരുഷഃ. അത് ആദ്യം ചെല്ലുമ്പോൾ മാറി വംശമുണ്ട്. ഏതാവാനസ്യ മഹിമാ അതോജ്ഞായശ്ച പൂരുഷഃ. ഏതാവാനസ്യ മഹിമാതോജ്ഞായശ്ച പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഏതാവാനസ്യ മഹിമാ അതോജ്ഞായശ്ച അതോജ്ഞായശ്ച പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ത്രിപാദസ്യ അമൃതം ദിവി. ഏതാവാനസ്യ മഹിമാതോജ്ഞായശ്ച പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഏതാവാനസ്യ മഹിമാ അതോജ്ഞായശ്ച പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ത്രിപാദൂർധ്വ ഉദയിൽ പുരുഷഃ പാദോസ്യേഹാഭവൽ പുനഃ തതോ വിശ്വങ്ങവ്യക്രാമൽ സാശനാനശനേ അഭി. ത്രിപാദൂർധ്വ ഉദയിൽ പുരുഷഃ പാദോസ്യേഹ അഭവൽ പുനഃ പാദോസ്യേഹാഭവൽ പുനഃ തതോ വിശ്വങ്ങവ്യക്രാമൽ വ്യക്രാമൽ സാശനാനശനേ. അതൊറ്റയ്ക്ക് ഒറ്റപ്പദ. അഭി. ത്രിപാദൂർധ്വ ഉദയിൽ പുരുഷഃ പാദോസ്യേഹാഭവൽ പുനഃ തതോ വിശ്വങ്ങവ്യക്രാമൽ സാശനാനശനേ അഭി. ത്രിപാദൂർധ്വ ഉദയിൽ പുരുഷഃ പാദോസ്യേഹാഭവൽ പുനഃ തതോ വിശ്വങ്ങവ്യക്രാമൽ സാശനാനശനേ അഭി. ത്രിപാദൂർധ്വ ഉദയിൽ പുരുഷഃ പാദോസ്യേഹ അഭവൽ പുനഃ പാദോസ്യേഹാഭവൽ പുനഃ തതോ വിശ്വങ്ങവ്യക്രാമൽ സാശനാനശനേ അഭി. അടുത്തടുക്ക. തസ്മാത് വിരാളജായത വിരാജോ അധിപൂരുഷഃ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമിമഥോ പുരഃ.
തസ്മാത് വിരാളജായത തസ്മാത് വിരാട് അജായത വിരാജ അധിപൂരുഷ സജാത അത്യരിച്യത പശ്ചാൽ ഭൂമിം അഥോപുര തസ്മാത് വിരാളജായത വിരാജോ അധിപൂരുഷഃ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമിമഥോ പുരാ. പഞ്ചിർക്ക് കഴിഞ്ഞു. ആദ്യത്തെ വർക്കം 3 വർക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർക്കം കഴിഞ്ഞു. നമസ്കാരം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അനുകൂലവും പ്രതികൂലവും ഏതായിട്ടുള്ളതായാലും നല്ലതും ചീത്തയായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ വാട്സപ്പിൽ എൻ്റെ പേഴ്സണലായിട്ട് അയക്കുകയും ചെയ്യാം. എൻ്റെ നമ്പർ 9448906935 944890695. നമസ്കാരം.